2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ UDF തെരഞ്ഞെടുപ്പിൻ്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ 1-2 ആഴ്ചയായി UDFുമായി ഘടകകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി. മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി അതുപോലെ തന്നെ കീഴ്ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. ഇന്ന് അതുപോലെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണിത്. കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെൻ്ററി രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് 3 സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത്. ആ 3 സ്ഥാനാർത്ഥികളെയും ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ്. അതിൽ കേരളത്തിൽ നിന്ന് 2 സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് 1 സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക. തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ UDFിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ അവിടെ DMKയുമായിട്ട് യോജിച്ചെന്നുള്ള ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുസ് സമദാനി സാഹിബാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ്, സിറ്റിംഗ് MP ആണ്. അദ്ദേഹം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കേരളത്തിൽ UDFിൻ്റെ 20 മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ചെയ്യാനുള്ളത്. എന്നതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ DMK മുന്നണിയായി ചേർന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് ചെയ്യാനുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ വിദ്വേഷത്തിൻ്റെയും എന്നതുപോലെ തന്നെ അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗവാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും. ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ്. അതിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് അപ്പോഴത്തെ കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ. അതിൻ്റെ സമയമാകുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ഞങ്ങളെല്ലാ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. You can say about Tamil Nadu. One word, one or two words. Tamil Nadu.
As far as Tamil Nadu is concerned, as our national leader Imamul Hind Sadiq Ali Shah Tangal has rightly said, some 1 month before, under the presidency of Sadiq Ali Shah Tangal, the political advisory committee met in Kerala, and that committee we decided to open discussions with UDF, DMK in Tamil Nadu, UDF in Kerala, in other states, possibly with people of India Alliance people. Therefore, in that way, we opened discussion with DMK, and we demanded only one seat in Tamil Nadu. That specifically we said Ramnad should be allotted to us, because the Ramnad people as well as Muslim Leaguers and DMK people and alliance parties also, they said it is better to have Ramnad constituency. Therefore, we insisted Ramnad constituency should be allotted to Indian Muslim League. That's one thing. Then we said from 1952 onwards in Tamil Nadu, DMK helped us to send one person to Rajya Sabha, starting from Qaid-e Millat, ending with Rifai Sahib, and so many people are also there. Qaid-e Millat was there, Abdul Samad was there, Rifai was there, Khaja Muhyiddin was there. For about 30 years, that continuity of sending one member to Rajya Sabha by DMK continued. Then after, due to political situations, that come to an end. Therefore, we made the demand to DMK leadership that old history should be repeated, and in a repetition, continuation of that old history, you can also think of allotting one Rajya Sabha seat for us, and Kujali Kuti Sahab, Tangal and Basir Sahab, all these people came to Chennai and met Stalin and make the demand also. Therefore, in that way, what they said is, now we finalize the Lok Sabha seats. Even after some time, we can think of Lok Sabha, Rajya Sabha seat. At that time, we will consider your demand. പറഞ്ഞത് പിന്നെ കേരളത്തിൽ UDF ആയിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത്. തമിഴ്നാട്ടിൽ ഉള്ള കാര്യമാണ് ഖാദർ മൊയ്തീൻ സാഹിബ് വിശദീകരിച്ചത്. അവിടെയും ആ ആവശ്യമുണ്ട്, അവിടെ അത് ഫൈനലൈസ് ആയിട്ടില്ല, അതിൻ്റെ സമയത്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും IUML ഇന്ത്യൻ യൂണിവേഴ്സൽ ലീഗ് പാർലമെൻറ്റിൽ ഇപ്പോൾ തന്നെ ചിഹ്നത്തിൽ തന്നെ 3 മെമ്പർമാർ ഉണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിലും ഒരു മെമ്പറുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ടാവുക എന്നുള്ളത് ചരിത്രത്തിലാദ്യമാണ്. മാറി മാറി വന്ന തമിഴ്നാട്ടിലെ സ്ഥിതിയാണ് അതുപോലെ സാഹിബ് പറഞ്ഞത്. അവിടെ തുടർച്ചയായി DMK മുന്നണിയിൽ ഇരിക്കുകയും വിശ്വസ്തയോടുകൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വയ്ക്കുകയും ജയിക്കുകയും അതുപോലെ സാഹിബ് തന്നെ MP ആയിരുന്നു പാർലമെൻറ്റിൽ. യു റിപ്രസെൻറ്റഡ് DMK വൺസ് ഇൻ ലോക്സഭ മത്സരിച്ച് ജയിച്ചിരുന്നു. ഇനിയൊരു രാജ്യസഭാ സീറ്റ് കൂടി വരാനുണ്ട് എന്നുള്ളതാണ്. അത് ആ സമയത്ത് കൺസിഡർ ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഖായിദെ മില്ലത്ത് സെൻറ്റർ ഇനോഗ്രേഷൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും. ഖായിദെ മില്ലത്ത് സെൻറ്ററിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞ ആഴ്ച തങ്ങൾ പോയി ഏറ്റുവാങ്ങി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ റിപ്പയർ ജോലികളും മോഡി പിടിപ്പിക്കലുമാണ്, ഭംഗി ഉണ്ടാക്കലുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളതിൻ്റെ ഇനോഗ്രേഷൻ നടക്കും. ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ UP-യിലൊക്കെ അലയൻസ് ശരിയായി വരുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പല
കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും ജനങ്ങളെ ബാധിക്കില്ല. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന ഓരോ സംസ്ഥാനങ്ങളും. DMK മുന്നണി തമിഴ്നാട്ടിൽ തൂത്തുവാരും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. കേരളത്തിലും അതുപോലെ തന്നെ UDF നല്ല ഇതുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ പൊതുവിൽ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഓരോ സംസ്ഥാനത്തും തെളിയുന്നുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന സാഹചര്യം വളരെ വേഗം മാറി വരുന്നുണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്തപ്പോൾ വിലയിരുത്തിയത്. നാളെ മുതൽ കാൻഡിഡേറ്റ്സിനൊക്കെ ലോഞ്ച് ചെയ്യും. ഈ രാജ്യസഭാ സീറ്റ് റൊട്ടേഷൻ ഫോർമുലയാണ് ഇപ്പോൾ ലീഗും കോൺഗ്രസും ധാരണയിലായിരിക്കുന്നത്. എന്ത് ഫോർമുല? PV അബ്ദുൽ ഹാമിന്റെ കാലത്തിന് ശേഷം അങ്ങനെയൊന്നുമില്ല. വളരെ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, 2 സീറ്റ് ലീഗിന് 2 സീറ്റ് ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. മലപ്പുറം പൊന്നാനി സിറ്റിംഗ് എംപിമാരെ മാറാനുള്ള സാഹചര്യം ഇപ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ, നിങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പാർട്ടി ചർച്ച ചെയ്ത നേതാക്കളുടെ സേവനം എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ ഈ ഒരു ജൂലൈ മാസത്തോട് 4 MPമാർ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിൽ ഉണ്ടാവും. അതാണ് കേരളത്തിൽ 4 MPമാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവും. 3 ലോക്സഭ ഉണ്ടാവും, 2 രാജ്യസഭ ഉണ്ടാവും. പഞ്ചായ് അതെ. അപ്പോൾ 5 പാർലമെൻറ്റിൽ 5ആയി, ലോക്സഭ രാജ്യസഭ വളർച്ച തന്നെയാണ്. DMK കൂടെ ഒരു സീറ്റ് രാജ്യസഭയിൽ കൊടുക്കുകയാണെങ്കിൽ 6ആവും. അതാണ് കാറുമായി പറഞ്ഞത്. പ്രധാനമന്ത്രി ഇടയ്ക്കിടെ കേരളത്തിൽ വരുന്നു, 2 അക്കം തയ്ക്കുന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേരളത്തിൽ അതൊന്നും ഉണ്ടാവില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന്റെ മുന്നേറ്റം നമുക്ക് കാണാം. ഓക്കെ, നടന്നോട്ടെ. കൂടുതൽ പറയണ്ട.